ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസാണ്. തക്കാളി വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീട്ടിൽ എത്രയും എളുപ്പം നമുക്ക് ലഭിക്കാവുന്ന സാധനങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റൈസാണിത്. ഇപ്പം ലഞ്ച് സീസൺ തുടങ്ങുകയാണല്ലോ, അപ്പം നമുക്ക് ലഞ്ചിനും ഡിന്നറിനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിളുമാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോളൻ റൈസോ പൊന്നി റൈസോ ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ കഴുകി 10 മിനിറ്റ് വെള്ളത്തിൽ നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അരമുറി നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ചോറ് പൊടിഞ്ഞു പോകാതിരിക്കാൻ നല്ലൊരു കളർ കിട്ടുന്നതിനൊക്കെയാണ് നമ്മൾ നാരങ്ങ നീരൊഴിക്കുന്നത്. അതിലേക്ക് നമുക്ക് അരി കുതിർത്ത് വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തത്. അല്പം ഉപ്പ് കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 80% വെന്താൽ മതി. വെന്ത് അളിഞ്ഞു പോകരുത്. ഇതുപോലെ അധികം വെന്ത് പോകരുത്. നമുക്കൊന്ന് കടിച്ചാലൊന്ന് ഇതായിരിക്കണം. ഇതുപോലെ ഇരിക്കണം. അപ്പം നമുക്കിത് ഊറ്റാം. തണുക്കാനായിട്ട് വെക്കാം. 1 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് നെയ്യ് കൂടെ നമുക്ക് ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഏട്ട് പറങ്ങണ്ടി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചതോ നമുക്കിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 7-10 വെളുത്തുള്ളിയും ചതച്ച് ആണ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളി ഏകദേശം 1.5 ടേബിൾ സ്പൂൺ. മുളക് പൊടി എരിവുള്ളാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഞാനൊരു ടേബിൾ സ്പൂണാണ് ഇടാൻ പോകുന്നത്. ഇത് കാശ്മീരി മുളകായതുകൊണ്ട് അധികം എരിവില്ലാത്തതാണ്. അതുകൊണ്ട് കളറ് കിട്ടും, കൊഴുപ്പും കിട്ടും, പക്ഷേ എരിവ് അധികം ഇല്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഗരം മസാലയുടെ അളവ് കൂടരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. അല്പം 1/2 ടീസ്പൂണാണ് ഇടുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം നമ്മൾ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അരയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിയോ എന്തായാലും മതി. ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 ടീസ്പൂണ് ഉപ്പിടാം. ഉപ്പ് പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇപ്പം തൽക്കാലം കുറച്ചിടുക. ചെറിയ തീയിൽ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം.
ടൊമാറ്റോ വെന്തു. പക്ഷെ എന്നാലും നമ്മൾ ഇത് നല്ലതുപോലെ മസാലയെല്ലാം കൂടെ ഒന്ന് കൂടാൻ വേണ്ടി അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഒരു 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് നല്ലതുപോലെ തിളച്ച് മസാലയെല്ലാം കൂടെ ഒന്ന് ചൂടി എണ്ണ തെളിയണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിൽ വേവിച്ചാൽ മതി. നോക്കാം. വെള്ളമെല്ലാം പറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയിലയാണ് ഇടേണ്ടത്. എൻ്റെ ഒരു പിടി മല്ലിയില ഞാൻ ഇടുന്നു. അതുപോലെ തന്നെ പുതിന ഉണ്ടെങ്കിൽ പുതിന ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ്. സ്പ്രിംഗ് ഓണിയൻ ഒരു പിടി ഇട്ടു. നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ചോറിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പം നമുക്കിനി ഉപ്പും പുളിയും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടി, തക്കാളിയുടെ പുളിയും എരിവും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര, ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പുളി, തക്കാളിക്ക് പുളി അധികം തോന്നുവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ തണുത്ത ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചൂടോടെ ചോറ് ഇട്ട് കൊടുക്കരുത്. നമുക്ക് ലെഫ്റ്റ് ഓവർ റൈസ് ഇരിപ്പുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. നമുക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റി ഒരു ഫുഡ് ഉണ്ടാക്കണമെന്നെങ്കിൽ ഇതുപോലെ ചോറധികം ഇരിക്കുന്നത് നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നല്ലോലെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചോറ് ഉടഞ്ഞു പോകാതെ നമ്മളതൊന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റിന് വേണ്ടി നമുക്കല്പം നെയ്യ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചോറെല്ലാം മിക്സായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല സുന്ദരമായിട്ടുള്ള ടൊമാറ്റോ റൈസാണ് കിട്ടിയിരിക്കുന്നത്. ചോറ് താണ്ടല്ലോ ഒന്നിനൊന്ന് തൊടാതെ നല്ല കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. സർവിംഗ് ബൗളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കിനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ മല്ലിയിലയാണ് ഇടുന്നത്. മല്ലിയില കൊണ്ടോ പുതിന ഇല കൊണ്ടോ, എന്താണ്ട് സ്പ്രിംഗ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്, അതും കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമുക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് അങ്ങനെ വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റൈസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു റൈസാണിത്. ഇതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ അച്ചാറോ ഇതിൻ്റെ കൂടെ ഓംലെറ്റോ അങ്ങനെയുള്ളത് വല്ലതും ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ്. തൈര് സാലഡ് കൂടെ ചേർത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.